ഇന്ന് ഏറ്റവും സന്തോഷവും സങ്കടമുള്ള ദിവസമായിരുന്നു. ഇന്ന് നവംബർ 1 തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 1 തീയതി. പോരാണ്ട് എൻ്റെ മോള് ആദ്യമായിട്ട് അംഗനവാടിയിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഫീലിങ്സ്, എനിക്ക് മാത്രമൊന്നും ആയിരിക്കില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കാരണം ഇത്രയും ദിവസം എന്നുവെച്ചാൽ ഞാൻ ഇവള് ജനിച്ച് 6 മാസത്തിന് ശേഷം ഞാൻ വർക്കിന് പോയതാണ്. അപ്പോൾ ഒന്നും എനിക്ക് ഇത്രയും ഫീൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇതൊരു 6 മന്ത്, ഒരു 5 മന്ത് 6 മന്തായി ഞാനിപ്പം വീട്ടിലിരിക്കുന്നു, വർക്കിന് പോകുന്നില്ല. അപ്പോൾ ഇവളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡായി. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഫീലിങ്സ് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ അമ്മമാർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല. എത്ര കുറുമ്പൊക്കെ കാണിച്ചാലും നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമെന്ന് പറയുന്നത്, നമ്മളെ വിട്ട് പോവാന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞാൻ വിചാരിച്ചതിലും ആക്റ്റീവായിരുന്നു ആൾ. കാരണം ഞാൻ വിചാരിച്ചത് നിലവിളി ബഹളമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൾ നല്ല ആക്റ്റീവായിരുന്നു, നല്ല മൂഡിലായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അച്ഛനും അമ്മയും കൊണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അടുത്ത വീട്ടിലെ ചേച്ചിമാരോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. കാരണം അവൾ അവിടേക്ക് പോവാറുണ്ട്. അവരോടൊക്കെ പറഞ്ഞ് പോവാണെന്ന് പറഞ്ഞ് രാവിലെ എൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് കൊണ്ടുവിടുകയാണ്. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ചേട്ടനും ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി പുറത്ത് കാണിക്കാത്തതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയതൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനൊക്കെ 2.5 വയസ്സിൽ പോയിട്ടുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു, ചേട്ടനും അതെ. അപ്പോൾ ഈ ഫീലിങ്സ് നമുക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം ഒരനുഭവമാണ്. അവൾ ആദ്യമായിട്ട് അംഗനവാടീൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേ ടീച്ചർ ഇതാണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വീഡിയോ എടുക്കുകയാണെങ്കിലും മറ്റുള്ളവർ കാണണ്ടെന്ന് വെച്ച് ഞാൻ 5 മിനിറ്റ് പുറത്ത് നിന്നിട്ടാണ് കയറിയത്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ആദ്യം ബാഗൊക്കെ കണ്ട് കിട്ടിയതിൻ്റെയൊക്കെ സന്തോഷമാണ് കേട്ടോ. ടീച്ചർക്കാണെങ്കിൽ ഇത്തിരി ഷൈ ടീച്ചറാണ് വീഡിയോൻ്റെ മുന്നിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. ചേട്ടനും കൂടി ഇരുന്ന് ഇതേ കുഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. ഇതെന്ത് കാണിക്കുന്നു എനിക്കറിയാൻ പാടില്ല. പാവം അഡ്ജസ്റ്റ് ആവുമോ ഒന്നും അറിയില്ല. ഇപ്പോൾ വേറെ കുറേ കുട്ടികളുണ്ട്, അവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരൊക്കെ ഒരാഴ്ചയൊക്കെ ആയി വന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നവംബർ മാസത്തിലാണ് 3ാമത്തെ ബർത്ത്ഡേ ആവുന്നത്. പക്ഷേ നവംബർ 1 തീയതി നമുക്ക് ഒരു പ്രവേശനോത്സവം കൂടി ഉള്ളതുകൊണ്ട് ടീച്ചർ പറഞ്ഞു 1 തീയതി മുതൽ വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവനും പിക്ചേഴ്സും കളേഴ്സും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ എവിടെ വരാറുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ കയറി ഇത് മുഴുവൻ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ടീച്ചറോട് വർത്താനം പറഞ്ഞ് തിരിച്ചു പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇവളിവിടെ വരാറുണ്ട് നമ്മുടെ അമൃതം പൊടി വാങ്ങാനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവൾക്ക് പരിചയമാണ്. പിന്നെ ഇതിനകത്ത് ഇതേ കുറേ മോഡൽസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് പ്ലേ സ്കൂൾ അങ്ങനത്തെ ഒക്കെ വിടാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർ വരുന്ന ഓരോരുത്തരെയും പോയി അത്രയും കെയറിങ് ആയിട്ട് വിളിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എന്തായിത്തീരും, ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ എങ്ങനെയായിത്തീരും ഒന്നും അറിയില്ല. പക്ഷേ അവൾ അഡ്ജസ്റ്റഡായി, അവൾ ഓരോ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റഡായി. നമ്മളെപ്പോഴും പറയുമല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള മിറാക്കിൾസാണ് കുട്ടികൾ നമുക്ക് തരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അവരുടെ അടുത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത് ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് കേട്ടോ. വാർഡ് മെമ്പർ വന്നു. വാർഡ് മെമ്പറും കുറേ മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം എല്ലാവരും പുറത്തിറങ്ങി അവരേത് ചന്ദനവും പൂക്കളും ഒക്കെ ഇട്ട് സ്വീകരിക്കുകയാണ് മെമ്പറും നമ്മുടെ അംഗനവാടി ടീച്ചറും. ഇത് നമ്മുടെ അംഗനവാടിയിലെ ആയയുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇവളെയാണ് കയറ്റിയിരുത്തിയത്. അവിടെ നമ്മുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നല്ലതായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വരാം, കൊണ്ടുവിടുന്നു, പെട്ടെന്ന് തിരിച്ചു വരുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ചെറിയൊരു രീതിയിൽ ഒരു ഫങ്ഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ചിൽഡ്രൻസ് ഡേ വരുന്നത് കൊണ്ട് നിയറായിട്ടുള്ളത് കൊണ്ടാണ് അവരത് ചെറിയ രീതിയിൽ ഉണ്ടായത് എന്നാണ് പറഞ്ഞത് കേട്ടോ.
അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെയായിട്ട് കയറ്റിയിരുത്തി. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്കെല്ലാം ആദ്യമായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 1-2 കുട്ടികൾ കരയാനൊക്കെ ഉണ്ടാവും അല്ലേ. ഒരു കുഞ്ഞ് അവിടെ കരയുന്നുണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് ഇങ്ങനത്തെയും എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ മോള് ഭാവിയിൽ നല്ല രീതിയിൽ പഠിച്ച് വളരട്ടെ എന്നും കൂടി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ, കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും പക്ഷെ അവരുടെ നല്ല കാര്യത്തിന്, നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവരെ അംഗനവാടിയിലേക്കും സ്കൂളിലേക്കും നമ്മളിൽ നിന്നും അത്രയും അവർ സങ്കടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അയക്കുന്നത് അല്ലേ. അവരൊക്കെ അവിടെ സേഫാണ് നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്താണ് ഏറ്റവും സേഫ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചുറ്റുള്ളവരെയും ശ്രദ്ധിക്കണം. എന്നാലും അവരും നമ്മുടെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല എൻ്റെ മോള്. ബാക്കിയൊക്കെ എല്ലാവരും അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോള് മാത്രമാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്, അവിടെ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അത് കഴിഞ്ഞതേ വാർഡ് മെമ്പറൊക്കെ കൂടി ലഡുവും മിഠായിയും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവരെ ഏറ്റവും കൂടുതൽ എങ്ങനെ സന്തോഷിപ്പിക്കാം, അട്രാക്റ്റ് ചെയ്യാം എന്ന വിദ്യയൊക്കെ അവർക്ക് ഉണ്ട്. അവർ കാണുന്നുണ്ടാവുമല്ലോ ദിവസം എങ്ങനെയാണെന്നൊക്കെ. നമുക്കിതൊക്കെ കണ്ടപ്പം ഒത്തിരി സന്തോഷമൊക്കെ തോന്നി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ടീച്ചർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ടീച്ചർ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു വീഡിയോ എടുക്കലേ എനിക്ക് നടക്കേടാണെന്നൊക്കെ പറയുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. അപ്പോൾ ഇതേ ടീച്ചർ അവൾക്ക് പുതിയ ബുക്കും പിന്നെ ഇത് വരക്കാനുള്ളതൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അവൾ ഓരോന്നോരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ടീച്ചറിൽ ഓരോ മക്കൾക്കും വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയും കണ്ടുമൊക്കെ, അങ്ങനെയാണ് എല്ലാ ടീച്ചേഴ്സും എന്ന് ശരിയാണ്. പക്ഷേ ഓരോ മക്കളെയും ആശ്വസിപ്പിച്ചിട്ടും നോക്കിയിട്ടൊക്കെ ഇരിക്കണത്. ഈ ഒരു കുഞ്ഞ് അമ്മ പോകുന്നതിൻ്റെ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കുസൃതി കുഞ്ഞ് അവിടെ നിന്ന് കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ആക്കി പോയി. വൈകുന്നേരം 3:30 എത്തുന്നതിന് മുന്നേ ഞങ്ങൾ അംഗനവാടിയിൽ വന്നു കേട്ടോ. അതെ പുറത്ത് നിന്ന് ഇതേ അവളുടെ കുസൃതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അതേ അവൾ ജനലിൽ കൂടെ അച്ഛനെ കണ്ടിട്ടാ. അതാണ് ആ ചിരി. എന്നെ കണ്ടില്ല, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നല്ലോ. അത് കഴിഞ്ഞിതേ ടീച്ചറെ അടുത്ത് ഞങ്ങൾ ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു, കുസൃതി ഉണ്ടായിരുന്നു, ടീച്ചറെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചോ. അപ്പോൾ ടീച്ചർ പറഞ്ഞേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ആകെ ഉണ്ടായൊരു പേടി എന്താണെന്ന് വെച്ചാൽ അവൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മോശമാണ്. പിന്നെ അവൾ കഴിച്ചോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ഉറങ്ങിയെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ടീച്ചർ പറഞ്ഞു ഞാൻ എടുത്തുറക്കുമായിരുന്നു ചെയ്തത്. അതാ ടീച്ചർ അങ്ങനെ ആക്ഷൻ കാണിച്ച് അതൊക്കെ പറഞ്ഞ് ബായൊക്കെ പറഞ്ഞതേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പറഞ്ഞു നാളെ പോകണുണ്ടോ എന്ന് ചോദിച്ചാലും പറഞ്ഞു നാളെ പോകണ്ട, ഇനി തിങ്കളാഴ്ചയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ടീച്ചർ ഇതൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ നിങ്ങളുടെ ഓരോ മക്കളും പോയിട്ടുണ്ടാവുക.